ഇലിമ്പിപ്പുളി അതായത് പുളിഞ്ചിക്ക കൊണ്ടുള്ള ഒരു കിടിലൻ അച്ചാറാണ് കേട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. സിമ്പിളായിട്ട് നമുക്കിത് റെഡിയാക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താമസിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് പുളിഞ്ചിക്ക് അതായത് ഇലിമ്പിപ്പുളി എടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണേ. മരത്തിൽ നിന്ന് തന്നെ നേരിട്ട് ഇങ്ങ് പറിച്ചതാണ് കേട്ടോ, താഴ്ന്ന് നിന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ ചുവട് ഭാഗവും പിന്നെ അതുപോലെ തന്നെ മേൽഭാഗവും കട്ട് ചെയ്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം നാലായിട്ട് കട്ട് ചെയ്യുവാണ്. പിന്നെ ഈ മുറിക്കുന്നതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഞാനിത് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണ്. ചിലർക്ക് വട്ടത്തിൽ അരിയുന്നതായിരിക്കും ഇഷ്ടം, അങ്ങനെ ചെയ്താലും മതി. അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ, ആ ഒരു രീതിക്ക് ചെയ്യാമേ. അങ്ങനത്തെ ഇത് ഫുള്ള് ഞാൻ കട്ട് ചെയ്ത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഇളം ചൂടുള്ള വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച പുളിഞ്ചിക്ക ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാമേ. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് ഭയങ്കര പുളിയായിരിക്കും. ആ ഒരു പുളി കുറച്ച് പോയി കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇതിനൊരു പുളിഞ്ചിക്കൊരു ഗാഠതയുണ്ട്, അതും കൂടി പോകാൻ വേണ്ടിയിട്ടാണ്. ഒരു 10 മിനിറ്റ് ഈ ഒരു വെള്ളത്തിൽ കിടക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ കളർ മാറും. ആ സമയം കൊണ്ട് ഞാനൊരു 7 അല്ലി വെളുത്തുള്ളി തൊലി പൊളിക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി ഇതെല്ലാം നമുക്ക് വാർന്നെടുക്കാം. ഒരു കണ്ണാപ്പം കൊണ്ട് മൊത്തം കോരി കോരി വേറൊരു പ്ലേറ്റിലേക്ക് വെക്കാമേ. അങ്ങനത്തെ ഇത് ഫുള്ള് നമ്മൾ കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിടാനായിട്ട് നമുക്ക് ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം. ഇത്രയുമാണ് കേട്ടോ കിട്ടിയത്. ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ അച്ചാർ ഇടുകയാണെന്നുണ്ടെങ്കിൽ. ഇനി നമുക്കിതിലേക്ക് വെള്ളമയമൊക്കെ വറ്റിയതിന് ശേഷം ഒരു 1.5 ടേബിൾ സ്പൂണ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാമേ. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന 7 അല്ലി വെളുത്തുള്ളി ഉണ്ടല്ലോ, തൊലി കളഞ്ഞ് എടുത്ത് വെച്ചില്ലേ, അത് നമുക്ക് ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ മുറിക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ച് ചേർത്താലും മതി. അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഇനി ഞാനിവിടെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടേബിൾ സ്പൂണോളം എരിവുള്ള മുളക് പൊടിയും ഒരു 1/4 ടേബിൾ സ്പൂണോളം എരിവില്ലാത്ത പിരിയൻ്റെ മുളക് പൊടിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇപ്പോഴേ ചേർക്കേണ്ട. ഈ വെളുത്തുള്ളിയുടെയൊക്കെ കളറൊന്ന് മാറിയതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ചേർക്കാനുണ്ട്. ഞാനിവിടെ 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ കുഞ്ഞതായിട്ട് മുറിച്ചിടണേ, എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു എരിവും കൂടി ഇതിനകത്തോട്ട് ഇറങ്ങത്തുള്ളൂ. വേറെ നമ്മളിതിലേക്ക് ചതച്ച മുളകും കാര്യങ്ങളും പച്ചമുളകും ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കറിവേപ്പിലയുടെയും അതുപോലെ തന്നെ ആ വറ്റൽമുളകിൻ്റെ കളർ ഒട്ടും തന്നെ മാറരുത്. ഒരു റെഡിഷ് കളർ തന്നെ വേണം. ഇനി നമുക്കിതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ കട്ടക്കായ വറുത്ത് പൊടിച്ചതൊന്നുമില്ല. ഇതേപോലെ ഡയറക്റ്റായിട്ട് ആ വറുത്തെടുക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ എണ്ണയ്ക്കകത്ത് നമ്മളിതേപോലെ പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതിപ്പം ഏകദേശം ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി പൊടികളുടെയൊക്കെ കുത്തൽ മാറുന്നത് വരെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ചെറിയ തീയിൽ. ഇനി കരിഞ്ഞു പോകുന്ന പേടിയുണ്ടെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചെയ്താലും മതി. ഒരു ചെറിയൊരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ആ പുളിഞ്ചിക്കയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, എങ്കിലും ഈ ഒരു അരപ്പിൽ ഉപ്പ് വേണമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഏത് അച്ചാറുണ്ടാക്കാനും വെളിച്ചെണ്ണ എടുക്കരുത്. പെട്ടെന്ന് ചീത്തയായി പോകുന്നത് മാത്രമല്ല, ടേസ്റ്റിന് ഭയങ്കര വ്യത്യാസം ഉണ്ടായിരിക്കും. നല്ലെണ്ണയാണ് കേട്ടോ എപ്പോഴും അച്ചാറുണ്ടാക്കാൻ നല്ലത്. പിന്നെ നോൺ വെജ് ആണെങ്കിൽ പോലും നല്ലെണ്ണയാണ് കേട്ടോ നല്ലത്. ഞാനിവിടെ ബീഫായാലും ചിക്കനായാലും മീനായാലും നല്ലെണ്ണയ്ക്കകത്ത് തന്നെയാണ് വറുത്ത് കോരുന്നതും അച്ചാറിടുന്നതും എല്ലാമേ. അങ്ങനത്തെ നമ്മുടെ അച്ചാറൊക്കെ നന്നായിട്ട് പെരണ്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കുന്നതൊന്നും വിചാരിക്കേണ്ട, അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് അത് നല്ല ലൂസായിട്ട് വരും. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിന് മുമ്പ് നമ്മളൊരു മാങ്ങാച്ചാറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കടുക് മാങ്ങയുടെ. അത് അത്യാവശ്യം കുറച്ച് പേരൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനത്തെ നമുക്കിനി ഇതിനകത്ത് എല്ലാം പാകമായിട്ടുണ്ടോ എന്ന് നോക്കാമേ, ഉപ്പും പുളിയും എല്ലാം. അപ്പോൾ ഉപ്പ് കുറവായിരുന്നുകൊണ്ട് ഞാനൊരു ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചേർത്തിട്ടില്ല. അങ്ങനത്തെ നമ്മുടെ കിടിലൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഞ്ഞി കുടിക്കാനും പഴങ്കഞ്ഞി കുടിക്കാനും ചോറ് കൊണ്ടുപോകാനും ചോറ് കഴിക്കാനും ഒക്കെ നല്ലതാണ്. ഇനി പെട്ടെന്ന് തന്നെ നമുക്കിത് വേറൊരു പരന്ന പ്ലേറ്റിലേക്ക് വാങ്ങി വെക്കാമേ. ഈ ഒരു ചൂടിനകത്ത് കിടക്കണ്ട. ഗ്യാസൊക്കെ നേരത്തെ തന്നെ ഞാൻ ഓഫ് ചെയ്തായിരുന്നു. അങ്ങനത്തെ നമ്മുടെ കിടിലൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവിയൊക്കെ പോയതിന് ശേഷം നമുക്കിത് അടച്ച് വയ്ക്കാം.
ഇതിപ്പോൾ ഞാൻ രാത്രിയിലാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇനിയിപ്പോൾ കാണിക്കാൻ പോകുന്ന അടുത്ത ദിവസം ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ ഉള്ള കാഴ്ചയാണ് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ചാറൊക്കെ ദേ ഇറങ്ങി വന്നിട്ടുണ്ട്. നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് രേഖപ്പെടുത്തണം. പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല. അങ്ങനെ ഇതിനകത്ത് ചാറ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഉപ്പും പുളിയും എല്ലാം പാകത്തിനായിട്ടുണ്ടോ എന്ന് നോക്കണം. എല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.